സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നിയമസഭയിൽ ഇന്നും ഭരണ പ്രതിപക്ഷ പോര്. സർക്കാരുമായി സഹകരിക്കാനില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന പ്രതിപക്ഷം ചോദ്യോത്തര വേളയുടെ തുടക്കം മുതൽ തന്നെ പ്രതിഷേധിച്ചു. സോണിയാഗാന്ധിക്കെതിരായ പ്ലക്കാർഡ് ഉയർത്തിയും മന്ത്രിമാരെ അണിനിരത്തിയുമായിരുന്നു സർക്കാരിന് തിരിച്ചടി. അതേസമയം ഇന്നലെ ഡയസിൽ കയറി പ്രതിഷേധിച്ച പ്രതിപക്ഷ MLA-മാർക്കെതിരെ നടപടി ഉണ്ടായേക്കില്ല. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സസ്പെൻഷൻ വാങ്ങുകയാണ് പ്രതിപക്ഷ ലക്ഷ്യമെന്ന വിലയിരുത്തലിൽ നടപടിക്കായി സമ്മർദ്ദം ചെലുത്തേണ്ട എന്ന നിലപാടിലാണ് ഇപ്പോൾ ഭരണപക്ഷം. ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി പ്രതിഷേധം ശക്തമാക്കുമെന്ന് പ്രതിപക്ഷം ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതേ നിലപാട് തന്നെയാണ് പ്രതിപക്ഷം ഇന്നും സഭയിൽ സ്വീകരിച്ചത്. ചോദ്യോത്തരവേള തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ഞങ്ങൾ സമരം തുടരുകയാണ്, അതിൽ പിന്മാറാൻ ഒരു കാരണവുമില്ല, സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് അസന്ദിഗ്ധമായി വ്യക്തമാക്കി. സഹകരിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു. വാച്ചാൻ വാർഡിനെ വടിയുപയോഗിച്ച് തല്ലിയത് പോലും ആരെന്ന് എനിക്കറിയാം, പക്ഷേ ആ പേര് പറയുന്നില്ലെന്നായിരുന്നു സ്പീക്കറുടെ പ്രഖ്യാപനം, വെളിപ്പെടുത്തൽ. പക്ഷേ വാച്ചാൻ വാർഡ് സ്പീക്കർ പറഞ്ഞിട്ട് പോലും കേൾക്കാതെ പ്രതിപക്ഷത്തെ ആക്രമിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവും തിരിച്ചടിച്ചു. വളരെ വാസ്തവ വിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തി. ഞങ്ങൾ വാച്ചാൻ വാർഡിനെ വടികൊണ്ട് അടിച്ചു എന്നുള്ള തെറ്റായൊരു പ്രസ്താവന നടത്തി. അദ്ദേഹം അത് പിൻവലിക്കണം. ഒന്ന്. രണ്ട്, ഇവിടെ കോപ്രായമാണ് നടത്തിയെന്ന് പറഞ്ഞു. സാർ, ഇവിടെ കോപ്രായം നടത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. കോപ്രായം നടത്തിയ ആളുകളൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ ആരും ഒരു കോപ്രായവും നടത്തിയിട്ടില്ല. നിയമസഭയിൽ പ്രതിഷേധിച്ചു. ബാനർ പിടിക്കുന്നത് ആദ്യമായിട്ടല്ല. അങ്ങ് തന്നെ പറഞ്ഞല്ലോ, ഒരു സ്പീക്കറുടെ ചേംബറിൽ പോയി ചർച്ച നടത്തേണ്ട അത്ര ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇന്നലെ ആ ബാനർ കെട്ടിയ ആ കമ്പ് കൊണ്ട് തല്ലിയിട്ടുണ്ട്. ഞാൻ ആളെ പേര് പറയുന്നില്ല. ആള് പേര് പറഞ്ഞാൽ അത് ആ ബഹുമാനപ്പെട്ട അംഗത്തിന് ക്ഷീണമാവും. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. എന്നെ കൊണ്ട് ഇനി പറഞ്ഞേ അടിയിക്കുന്നുള്ള വാശിയിട്ട് ഞാൻ പറയാൻ നിർബന്ധിതമാണ്. അങ്ങ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും വാച്ചാൻ വാർഡ് അത് ചെയ്തു. അങ്ങ് വിലക്കുന്നത് പരസ്യമാണ് ഇവിടെ. അങ്ങ് അവരെ വിലക്കി ചെയ്യരുതെന്ന് പറഞ്ഞു. ചെയർ പറയുന്നതനുസരിച്ച് പെരുമാറിയിട്ടുണ്ട്. ഏതായാലും ഇന്നും അതേ നിലപാട് ഉയർത്തി പ്ലക്കാർഡുകളുമായി ബാനറുമായി പ്രതിപക്ഷം സഭയിലെത്തി. ഭരണപക്ഷാംഗങ്ങളും ഇന്ന് സോണിയാഗാന്ധിക്കൊപ്പം ബെല്ലാരിയിലെ ഗോവർദ്ധനും അതുപോലെ തന്നെ 2 MPമാരും ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രം പ്ലക്കാർഡായി ഭരണപക്ഷവും കൊണ്ടുവന്നിരുന്നു. തുടക്കത്തിൽ തന്നെ നിലപാട് രണ്ടു പക്ഷവും വ്യക്തമാക്കി. അതിരൂക്ഷമായ വാക്പോരിന് സഭ സാക്ഷിയായി. ഭരണപക്ഷത്ത് 5 മന്ത്രിമാരാണ് പ്രതിപക്ഷത്തിന് രംഗത്ത് വന്നത്. പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷും നിയമമന്ത്രി P രാജീവും മന്ത്രി V ശിവൻകുട്ടിയും ധനമന്ത്രി KN ബാലഗോപാലും റവന്യൂ മന്ത്രി K രാജനും അതിരൂക്ഷമായി പ്രതിപക്ഷത്തെ വിമർശിച്ചു. സോണിയാഗാന്ധി അപമാനിക്കുന്നത് പ്രതിപക്ഷമാണ്, ഇരുട്ടിൽ നിർത്തുന്ന പ്രതിപക്ഷമാണ്. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തങ്ങൾ അപമാനിച്ചിട്ടില്ല എന്നായിരുന്നു P രാജീവിന്റെയും MP രാജേഷിന്റെയും നിലപാട്. സോണിയാഗാന്ധിക്കൊപ്പം ഇത്രയധികം സുരക്ഷയുള്ള ആർക്കും കടന്നില്ലാൻ കഴിയാത്ത സ്ഥലത്തേക്ക് എങ്ങനെയാണ് ബെല്ലാരിയിലെ ഗോവർദ്ധനും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും എത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ സോണിയാഗാന്ധിയെ ഇരുട്ടിൽ നിർത്തുന്നത് അവസാനിപ്പിക്കാം, അവർ പത്തനംമാറ്റ തിളക്കത്തോടെ അവർക്ക് തിരിച്ചു വരാമെന്ന ഒരു നിലപാട്, ഒരു പരാമർശം കൂടി മന്ത്രി P രാജീവ് നടത്തിയത്. ചോദ്യോത്തരത്തിന്റെ പേരിൽ മൈക്ക് കിട്ടുമ്പോൾ മന്ത്രിമാർ സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ആക്ഷേപിക്കുന്നത് സാർ, അതെല്ലാം ഇവിടുത്തെ രേഖയിൽ കിടക്കുകയാണ്. നിയമസഭയിൽ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രിയപ്പെട്ട നേതാക്കളാണ്. ഒരാൾ ഇവിടെ നിന്നുള്ള MP ആണ്, കേരളത്തിൽ നിന്നുള്ള. അവരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരം മന്ത്രിമാർ തന്നെ മൈക്ക് കിട്ടുമ്പോൾ നടത്തിയ സാർ, ഈ പരിപാടിയായിട്ട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. ഞങ്ങൾ പൂർണ്ണമായി അതുമായിട്ട് നിസ്സഹരിക്കും. ഇന്നലെ ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ചോ സോണിയാഗാന്ധിയെ കുറിച്ചോ പറഞ്ഞതിൽ ഏത് വാക്കാണ് അധിക്ഷേപകരം എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയണം, ഇവിടെ ഈ സഭയിൽ പറയണം. ഞങ്ങൾ തിരുത്താമല്ലോ. സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് അങ്ങക്ക് കയറി ചെല്ലാൻ കഴിയോ? നേരെ ശശി തരൂർ എത്ര നാളായി കാത്തുനിന്നിട്ട് കയറി ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഗുലാം നബി ആസാദിന് വീടിനകത്തേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ടല്ലേ അദ്ദേഹം പാർട്ടി വിട്ടുപോയത്? എത്ര മുഖ്യമന്ത്രിമാർ സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാതെ പാർട്ടി വിട്ടുപോയി? K കരുണാകരൻ, ലീഡർ കരുണാകരൻ, അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കിട്ടിയോ? മൂപ്പനാർക്ക് കിട്ടിയോ? അപ്പൊ ഈ സ്വർണം കട്ടവൻ, കട്ട സ്വർണം വാങ്ങിയവൻ, അത് ഉരുക്കിയെടുത്തവൻ, അവര് എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തിച്ചു എന്ന് അങ്ങ് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് പട്ടണമാറ്റിന്റെ തടക്കം ഇപ്പോൾ അദ്ദേഹം പറയാതിരിക്കുമ്പോ സോണിയാഗാന്ധി ഇരുട്ടിൽ നിർത്തുന്ന പ്രതിപക്ഷ നേതാവ് BJPയുടെ നാവായി മാറിയിരിക്കുന്നുവെന്ന് അറിയാൻ സാധിക്കും.
പ്രതിപക്ഷം ഒരു തരത്തിലും ഈ വിട്ടുവീഴ്ചയില്ല നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. പ്രതിഷേധം മുന്നോട്ട് പോയത് സ്പീക്കർ ഡയസിനടുത്തെത്തി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടർന്നു. ഏറെ നേരം പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ പ്രതിഷേധിച്ചു. ഒടുവിൽ സഭാ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോവുകയായിരുന്നു. ഇനിയുള്ള ദിവസങ്ങൾ നാളെയാണ് ഈ സഭയുടെ ഈ ഘട്ടത്തിൽ നാളെ കൂടി സഭ ചേരാനുണ്ട്. അപ്പോഴും സമാനമായ സ്ഥിതിവിഷയം തന്നെ സഭയിലുണ്ടാകും. ഒരു തരത്തിലും ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തെ പിന്നോട്ട് പോകില്ലെന്ന് പ്രതിപക്ഷവും പ്രതിപക്ഷത്തെ അതേ രീതിയിൽ കടന്നാക്രമിക്കാൻ ഭരണപക്ഷം തയ്യാറെടുക്കുമ്പോൾ സഭ നിരന്തരം അലങ്കോലപ്പെടുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.